Independence Day. Happy Independence Day. എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയാ? പഠിപ്പിച്ചെടുത്തോ? എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയാ? 75th ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇതൊന്നും അല്ല ഇൻഡിപെൻഡൻസ് ഡേയോ അല്ലെങ്കിൽ ആർച്ചപ്പന്റെ ക്യൂട്ട്നെസ്സോ അല്ല എന്റെ ക്യൂട്ട്നെസ്സോ ഒന്നുമല്ല നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ പുതിയൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ as we all know that ഈ വരുന്ന സൺഡേ നമ്മുടെ ക്ലീ 2024 5 ഇയറിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാണ്. എനിക്കറിയാം എൻ്റെ ആസ്പിരൻസ് ഈ ക്ലീ ആസ്പിരൻസിന് ആർക്കും തന്നെ സമയമില്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എങ്ങനെയാ, എന്താ, എപ്പോഴാ ഒന്നും തന്നെ അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നേരത്തെ അറ്റൻഡ് ചെയ്തവർക്കല്ല കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുതുതായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ആരുടെയും സമയം കളയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയാൻ വന്ന കാര്യം ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാം എക്സാമിന്റെ ഡേറ്റ് വന്നു, അഡ്മിറ്റ് കാർഡ് വന്നു, എല്ലാം വന്നു, നിങ്ങളുടെ വെന്യൂ എവിടെയാണ്, റിപ്പോർട്ടിംഗ് ടൈം എല്ലാം വന്നു, എല്ലാം നിങ്ങൾക്ക് അറിയാം. ഐ നോ. പക്ഷെ ഞാൻ പറയാൻ വരുന്ന കാര്യം, നിങ്ങൾ എക്സാമിലേക്ക് പോകുന്നു. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറക്കരുത്. ഒരു പെൻ ആൻഡ് പെൻസിൽ വേറെ ഒന്നും തന്നെ എക്സാം ഹോളിൽ കയറ്റാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രസ് കോഡിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ഇതുവരെ കറന്റ് നമുക്ക് ഡ്രസ് കോഡ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു എൻട്രൻസ് ആണ് അല്ലെ, ഒരു എൻട്രൻസ് എക്സാം ആണ്. നീറ്റിനൊക്കെ ആകുമ്പോഴത്തേനും ഒരു ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇടണമെന്നൊക്കെ ഉള്ള രീതിയിൽ, പ്രിന്റ് പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നീറ്റിന്റെ എക്സാമിന് ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ലീയിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും ഇല്ല. പക്ഷെ നമ്മളൊരു എൻട്രൻസ് എക്സാമിനാണ് പോകുന്നത്. സോ നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത്രയും ഒരു ഫോമലായിരിക്കണം. ലൈക്ക് കുറെ പ്രിന്റ് ഒക്കെ ഉള്ള, കുറെ ഡിസൈൻസ് ഉള്ള, കുറെ സ്വീക്കൻസ് ഒക്കെ പിടിപ്പിച്ച അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും മാക്സിമം ഇടാൻ ശ്രമിക്കാണ്ടിരിക്കുക. കാര്യം നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ അത്രയും ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര ഫോമൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ കോട്ടും സൂട്ടും ഒന്നും ഇട്ടുകൊണ്ട് പോകാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസോ ഒരു ലൈറ്റ് കളർ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടുക, ഫ്രോക്ക് എന്തെങ്കിലും ഇടുക, ഭയങ്കര ലൈറ്റ് കളേഴ്സ് ഇടുക. ബോയ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻസും ഷർട്ട് ഇട്ടാൽ മതി. നിങ്ങൾ ലൈറ്റ് കളർ ഷർട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഡ്രസ് കോഡ് ആക്ച്വലി അവർ പറയുന്നില്ല. പിന്നെ ഞാനായിട്ട് അങ്ങ് പറഞ്ഞതാണ് ഇതൊരു എൻട്രൻസ് ബേസ്ഡ് എക്സാം ആണ്. സോ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ അതിനെ കാണാം. ദെൻ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം ഹോളിൽ കയറുന്നു, പെൻ ആൻഡ് പെൻസിൽ മാത്രം കൊണ്ടുപോകാം. കാൽക്കുലേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും തന്നെ, ഈവൻ സ്മാർട്ട് വാച്ച് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. സോ നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ കൊണ്ടുപോകണ്ട എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് പോയി കാണുക, കാണാത്തവരും. പിന്നെ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ നമ്മുടെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തോ ഒന്നും തന്നെ പരിചയമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാണ്, നിങ്ങൾ പേടിച്ച് എനിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് പേടിയാവുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട. ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരു 2 times ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എളുപ്പമാണ്. ഓക്കെ, നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എക്സാമിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ആ അതോറിറ്റിയിൽ ആരാണ് ഇൻവിജിലേറ്റർ ആയിട്ട് നിൽക്കുന്നത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ടെൻഷനായി ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മണ്ടത്തരം കൊണ്ടുവരാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ അത്രയും ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ എവിടെ ഞെക്കണം എന്ത് ഞെക്കണം എന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയമേ എന്താണ് റിലാക്സ് ആവുക. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ബേസിക്കലി അത് മനസ്സിലാക്കുക. ഇത് വലിയ സംഭവമൊന്നും അല്ല ഈ എക്സാം എന്ന് പറയുമ്പോൾ. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാവും, എങ്ങനെ നിങ്ങൾ അപ്പിയർ ചെയ്യണമെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതുമല്ല നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ. ഞാൻ പറഞ്ഞിരുന്നു ലോ എമിനൻസിന്റെ ഓൾ കേരള മെഗാ മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഓക്കെ ആണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് അറ്റൻഡ് ചെയ്യുക. വേറൊന്നുമല്ല, നിങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓക്കെ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയാലേ നിങ്ങൾക്ക് റാങ്ക് കിട്ടും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അതെടുത്ത് പേടിക്കണ്ട. ഞാൻ പറയാൻ കാര്യം, നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് കിട്ടും മോക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, എത്ര സമയം ഇതിനൊക്കെ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ എക്സാമിന് ചെല്ലുന്ന സമയത്ത് ഈ നമ്മൾ ടൈം മാനേജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. സോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം എന്ന് പറഞ്ഞ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്,
സോ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കൂടുതൽ ടൈം ആ ഒരൊറ്റ ക്വസ്റ്റിന് വേണ്ടി എടുക്കാണ്ടിരിക്കുക. നിങ്ങളൊരു മൂന്ന് തവണയെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ എക്സ്ട്രാ ടൈം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ബാലൻസ് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു 2 മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്തിട്ട് പോവുക. കാരണം നിങ്ങൾക്ക് അതായിരിക്കും കുറച്ച് ബെനിഫിറ്റ്. ഇനി മോക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എനിക്കറിയാം ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവണമല്ലോ. ഞാൻ ഓൾറെഡി പണ്ടത്തെ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണമായിരുന്നെന്ന്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഒരു നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂർ എക്സാം ആണ്. ഓക്കെ, 120 ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഒരു 2 മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമിന് കയറുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി ആളുകളും എക്സാമിന് ഇൻസ്ട്രക്ഷൻസ് മര്യാദയ്ക്ക് ശ്രദ്ധിക്കത്തില്ല, വായിക്കത്തില്ല. സോ നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ആ എക്സാമിന്റെ രീതി മനസ്സിലാവില്ല. സോ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എക്സാമിന് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ബാഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ അത് ബാധിക്കും. നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക. മറ്റാൾക്കാർ എഴുതുന്നു, മറ്റാൾക്കാർ സ്പീഡിൽ ചെയ്യുന്നു എന്നോർത്ത് പാനിക് ആവാണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കണം. ക്ലിക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക. എക്സാം ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ഇന്ന ആൻസർ തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഡ്രസ് കോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് എന്തൊക്കെ കൊണ്ടുപോകണ്ട, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണാൻ ശ്രമിക്കുക. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, പെൻസിൽ ആൻഡ് പെൻ മാത്രമായിരിക്കണം നമ്മൾ എക്സാം സെന്ററിൽ കൊണ്ടുപോകേണ്ടത്. വേറെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. മാത്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ പേപ്പർ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഒള്ളി പെൻ ആൻഡ് പെൻസിൽ. ഇതിന്റെ എന്തൊക്കെ കൊണ്ടുപോകണ്ട എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ അത് പോയി കാണാം. ദെൻ എന്താണ്, വി നോ ദാറ്റ് ഇതൊരു 2 ഇയർ ലൈക്ക് ഒരു 2 മണിക്കൂറത്തെ ഒരു എക്സാം ആണ്. അതെന്ന് വെച്ച് കഴിയുമ്പോൾ 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ആ ടൈം മാനേജ് ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. അത്രയും ഞാൻ ചുരുക്കുന്നുള്ളൂ ഈ വീഡിയോയിൽ. സോ ഗൈസ്, വി നോ ദാറ്റ് നമുക്ക് എക്സാം 2 മണിക്കൂറത്തെ എക്സാം ആണ്, 120 ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ക്ലീ എന്ന് പറയുന്ന എക്സാം. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊരു വലിയ ഇതല്ല. ജസ്റ്റ് റിലാക്സ്, പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ലെന്ന് മനസ്സിനോട് പറഞ്ഞു ഞാൻ ഓക്കെയാണ്, ഓൾ ഈസ് വെൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ വട്ടം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ ക്ലീ ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, 2025 ക്ലീ ഉണ്ട്. ഇപ്പൊ ഈ വട്ടം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അടുത്ത വട്ടം ക്രാക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ബാലൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് മറ്റു വീഡിയോകൾ വരുന്നതായിരിക്കും. ഇനിയും കാര്യങ്ങൾ പറയാം. കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പൊ കറന്റ് വന്ന് നിൽക്കുന്നത് അഡ്മിറ്റ് കാർഡ് മാത്രമാണ്, വേറെ ഒന്നും വന്നിട്ടില്ല. അടുത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ ഇപ്പൊ പോയിരുന്നു പഠിച്ചോളാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ റീൽ കാണാനോ അല്ലെങ്കിൽ അടുത്ത യൂട്യൂബ് വ്ലോഗ് കാണാനോ ഒന്നും പോകണ്ട. വേഗം പോയിരുന്നു പഠിച്ചു. നമുക്ക് സമയമില്ല, വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ പറ. പഠിക്കാൻ പറ അവരോട്. പഠിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറ. ഹലോ ഫ്യൂച്ചർ അഡ്വക്കേറ്റ്സ് എന്ന് പറ. ഫ്യൂച്ചർ അഡ്വക്കേറ്റ്സ്. ഓക്കെ, ബൈ പറ. ബൈ ഗീസ്. അപ്പൊ പോയി പഠിച്ചോ.